ഹലോ ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദസ് എന്ന വേർഡിൻ്റെ യൂസേജ് ആണ്. ഓക്കെ, ദസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്ന മീനിങ്. ഓക്കെ, ദാറ്റ്സ് എ നെയിം ദാറ്റ്സ് കണക്റ്റഡ്. സോ ദസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. ദസ് വരുമ്പോൾ നമ്മൾ ഈ വൈൽ വരുന്ന പോലെ തന്നെ വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് വരും. ഓക്കെ, ഇറ്റ്സ് സെയിം ആസ് വൈൽ, ബിക്കോസ് വൈലും ദസും എല്ലാം ഒരു നെയിം ദാറ്റ്സ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിലും കോമ വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാറ്റ്സ് ബോ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹൗ ചാറ്റ് എഴുതുക, കോമ ഇടുക, ദസ് എഴുതുക, പിന്നെ നെയ്ബൻ സാറ്റ്സ്, ദെൻ കംസ് വെർബ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ്, അതായത് ഹൗ ചാറ്റ്സ് എന്ന് പറയുന്നത് എന്താ, നോർമൽ ഒരു സെൻറ്റൻസ്, സബ്ജക്റ്റ്, വെർബ്, ഡാറ്റ വേണ്ടി ഡാറ്റ, അക്കുസാറ്റീവ്, അങ്ങനെ പ്രിപ്പോസിഷൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം എഴുതുക. പ്ലസ് പിന്നെ നെയ്ബൻ സാറ്റ്സ് വരും. അപ്പോൾ നെയ്ബൻ സാറ്റ്സ് എന്ന് പറയുമ്പോൾ കോമ ഇടുക, കോമ ഇട്ടിട്ട് ദസ് എന്നുള്ള വേർഡ് എഴുതുക, ദാറ്റ് എന്നുള്ള മീനിങ് ദാറ്റ്. അതിന് സബ്ജക്റ്റ്, പിന്നെ ഡാറ്റീവ്, അക്കുസാറ്റീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് വേണം വെർബിനെ എഴുതാൻ, കോൺജുഗേറ്റഡ് ഫോമിൽ. ഓക്കെ, എക്സാമ്പിൾ നോക്കിയോ, ഐ തിങ്ക് ദാറ്റ് യു ബ്യൂട്ടിഫുൾ. ഞാൻ വിചാരിക്കുന്നു നീ ഒരു ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് ദാറ്റ് യു ബ്യൂട്ടിഫുൾ, ഐ തിങ്ക്. ഓക്കെ, അപ്പോൾ എന്താ, ഇഷ്ടെങ്കെ, ഇഷ്ടെങ്കെ എന്നുള്ള ഇഷ്യൂ വെച്ച് സബ്ജക്റ്റ് വെച്ച് വെർബിനെ കൊഞ്ചിട്ട്. അപ്പോൾ ഇഷ്ടെങ്കെ ദസ്, ദസ് എഴുതി അതിന് യു ആർ ബ്യൂട്ടിഫുൾ, ഇതിൻ്റെ ആറാണ് വെർബ് വരുന്നത്. അപ്പോൾ ആറ് ലാസ്റ്റ് വേണം. അപ്പോൾ ദസ് ടു ഷോൺ ബെസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ലേൺ ജർമ്മൻ എവറി ഡേ. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ഹൗപ്പ് ചാറ്റ് ആണ്. Es ist wichtig. അപ്പോൾ es ist wichtig, dass wir jeden Tag Deutsch lernen. That we learn German every day അല്ലേ. അപ്പോൾ ദാറ്റ് എഴുതി പിന്നെ വി ജർമ്മൻ എവറി ഡേ എന്നൊക്കെ എല്ലാം എഴുതിയതിന് ശേഷം വേണം ലേർണൻ എന്നുള്ളത് എഴുതാൻ. കാരണം വിയർ ആണ് ഇവിടെ സബ്ജക്റ്റ്. സോ വെർബ് ലേർണൻ എന്നായിരിക്കും വരിക, കോൺജുഗേറ്റ് ചെയ്ത്. It is important that I must learn German every day. Es ist wichtig, dass ich jeden Tag Deutsch lernen muss. നമ്മൾ നോർമൽ ഐ മസ്റ്റ് ലേൺ ജർമ്മൻ എവറി ഡേ എന്ന് പറയുകയാണെങ്കിൽ ഇഷ് മുസ് jeden Tag Deutsch lernen അല്ലേ. രണ്ട് വെർബുള്ള സെൻറ്റൻസ് ആണ് മുസ്സും ലേർണനും. അവിടെ ലേണൻ എവിടെയാണോ കിടക്കേണ്ടത് അവിടെ തന്നെ കിടക്കണം. ഈ മുസ്സിനായിരിക്കും സെക്കൻഡ് പൊസിഷനിലിരിക്കുന്ന വെർബിനായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൊസിഷനിലിരിക്കുന്ന മുസ് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലേക്ക് വരും. ദസ് ഇഷ് jeden Tag Deutsch lernen muss എന്ന് വരണം. ഓക്കെ, അടുത്ത ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് റെയിനിങ് ടുഡേ. Ich denke, dass es heute regnet. ഓക്കെ, എസ് എന്നായതുകൊണ്ട് regnet എന്നായിരിക്കും കൊഞ്ചേഷൻ വരിക. ഓക്കെ, ഐ ബിലീവ് ദാറ്റ് യു ആർ മൈ ഫ്രണ്ട്. അപ്പം എന്താ, ഐ ബിലീവ് ദാറ്റ് എന്നുള്ള ഹൗസ്. അപ്പോൾ ich glaube, das യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, യു ആർ മൈ ഫ്രണ്ട് എന്നുള്ളത്. അപ്പോൾ ആർ എന്നുള്ളത് ലാസ്റ്റ് പൊസിഷനിലേക്ക് വേണം. അപ്പോൾ ദസ് ടു മൈൻ ഫ്രോയിൻഡ് ബെസ്റ്റ്. ഓക്കെ, ഐ ഹാവ് ഹേർഡ് ദാറ്റ് ജർമ്മനി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. Ich habe gehört, dass Deutschland ein schöner Ort ist. അല്ല കണ്ടോ, ദസ് ഡോയ്ച്ച്ലാൻഡ് ഈസ്റ്റ് ein schöner Ort എന്നുള്ളതിന് ദസ് ein schöner Ort ist. Ich glaube, dass das Internet im Studium nützlich ist. ഈ രണ്ടും ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ദസ് എന്നും ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ദാസ് എന്നും ആയിരിക്കും കേട്ടോ ശരിക്കും വരിക. അപ്പോൾ ich glaube, dass das Internet im Studium nützlich ist. അതെന്താ, ഐ ബിലീവ് ദാറ്റ് ഇൻ്റർനെറ്റ്. ഓക്കെ, അത് എഴുതിയിട്ടില്ല എന്ന് ജസ്റ്റ് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറഞ്ഞാൽ ഐ ബിലീവ് ദാറ്റ് ദ ഇൻ്റർനെറ്റ് ഈസ് useful in studies. Okay, അടുത്ത I believe that internet is not dangerous. അപ്പോൾ നമ്മളിങ്ങനെ പറയാം, ich glaube, dass Internet nicht gefährlich ist. Okay, I find that I can work at home. Ich finde es angenehm. Angenehm എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു നല്ല മീനിങ്. ഇറ്റ് ഈസ് എന്താ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്ലസൻറ്റ്, അതങ്ങനെയൊക്കെ ഒരു മീനിങ്ങിലാണ് കേട്ടോ. ഇഷ്ഫിൻ്റെ അൻഗനെയിം എന്ന് എഴുതണ്ട, ഇഷ്ഫിൻ്റെ എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. കാരണം ഐ ഫൈൻഡ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് ജസ്റ്റ് ഒരു ഇതുപോലെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇഷ്ഫിൻ്റെ അൻഗനെയിമേ എന്താണ്, ടു വർക്ക് അറ്റ് ഹോം. അപ്പോൾ സു ഹൗസേ സു ആർബൈറ്റൻ, അല്ലെങ്കിൽ എന്നാ ഇഷ്ഫിൻ്റെ ദാസ് ഇഷ് സു ഹൗസേ ആർബൈറ്റൻ കാൻ. ഓക്കെ, ഓക്കെ, next comes, I know that you have taken my bag. Ich weiß, dass du meine Tasche genommen hast. ഇത് പാസ്റ്റ് ടെൻസ് അല്ല, യു ഹാവ് ടേക്കൻ. അപ്പം പെർഫെക്റ്റ്ലി എഴുതി. അപ്പം dass du meine Tasche genommen hast.
നെക്സ്റ്റ് അടുത്ത പെർഫെക്റ്റിൽ വരുമ്പം സബ്ജക്റ്റ് ഹാബിൻ ഓർ സൈന് പ്ലസ് പാർട്ടിസിപ്സ് വൈ. ഓക്കെ, പെർഫെക്റ്റിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ആട്ടോ പറഞ്ഞിരിക്കുന്നത്. പ്രസൻസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം ഓക്സിലറി വെർബ് മാത്രം ഉള്ളെങ്കിൽ സബ്ജക്റ്റും ഹാബൻ അല്ലെങ്കിൽ സൈൻ ഏതാണ് ഓക്സിലറി വെർബ് അത് പ്ലസ് ബാക്കി എന്താണല്ലോ അതങ്ങനെ പോകും. വെർഡം വെർബ് ഇതൊക്കെ നോർമൽ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സാണ്, നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത് ആയിരുന്നു. ഓക്കെ, ചൂസ്.